ഇത് പൊന്നാങ്കണ്ണി ചീര. ഇത് കണ്ണിന് വേണ്ടുന്ന വിറ്റാമിനുകളും മൂലകങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ്. കണ്ണ് പൊന്നാക്കാനാണ് ഏറ്റവും നല്ല ഇതാണ് ഈ ചീര. ഈ ചീര എല്ലാവരും നട്ട് വളർത്തണം. ഇത് ഞാനൊരു തൈ 30 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കണം. നമുക്ക് ഈ കണ്ണിന് ഏറ്റവും നല്ല ചീരയാണ്. ഇതിനി അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ചീര ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ സവാള അല്ല, യഥാർത്ഥത്തിൽ ഇതിന് കൊച്ചുള്ളിയാണ് വേണ്ടത്. ഞാൻ പിന്നെ സവാളയും അരിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ചെറിയ അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ. ഇതിനി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അടുപ്പിലേക്ക് ആക്കാനായിട്ട്. ഇതിലേക്ക് ഇടാനായിട്ട് കടുക് വറുത്ത്, ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വാടി വരുമ്പോഴത്തേക്ക് ശകലമേ കാണുള്ളൂ. ചീര എല്ലാ ചീരയും പോലെ തന്നെ, എന്നാലും കുറച്ചും കൂടെ ഇതാണ്. ഇത് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒന്നും കാണൂല. ഈ ഉള്ളിയൊക്കെ ഇട്ടില്ലെങ്കിൽ ഒട്ടും കാണൂല. പക്ഷേ ആ ഇമ്മിണി മതി നമ്മളെ കണ്ണിനെ പൊന്നാക്കാൻ. നമുക്ക് ആ ചീരയിൽ അരപ്പ് അങ്ങോട്ടിട്ട് ഇനി വീണ്ടും നല്ലതുപോലെ ഇളക്കാം. എപ്പോഴും നമ്മൾ ആഴ്ചയിലൊരിക്കലെങ്കിൽ എന്തെങ്കിലും ഒരു ചീരയൊക്കെ വീട്ടിൽ നട്ട് വളർത്തി കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിഷാംശം അടങ്ങിയ പച്ചക്കറിയൊക്കെ എന്നും അത് തന്നെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി ഇതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, 30 രൂപ കൊടുത്തൊരു തൈ മേടിച്ച് നട്ട് വളർത്തിയതാണ്. എന്നിട്ട് ഒരു ദിവസം ആദ്യമായിട്ടാണിത് തോരൻ വയ്ക്കാൻ എടുക്കുന്നത്. നമുക്ക് ഒരു ദിവസം തോരൻ വയ്ക്കാനുള്ള ചീര അതിൽ നിന്ന് കിട്ടും. വെറുതെ തോരൻ വയ്ക്കുന്നതെന്നല്ല, ഇത് നമ്മൾ കഴിക്കേണ്ട ഒരു 10-45 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞൊക്കെ എല്ലാവർക്കും കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പോഴതിന് ഇപ്പോൾ ചീര നല്ലതാണ് തോരൻ വെച്ച് കഴിക്കുന്നത്. ഇപ്പോഴാ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം ഞാൻ ഇവിടെ തീ ഓഫാക്കിയാണ്. ചീര നമ്മൾ അടച്ചിട്ട് ഇനി അങ്ങനെ ഈ ആവി കിടന്ന് വെന്തോളൂ.